ഈ കൊച്ചുകുട്ടി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന് കാശ് കൊടുത്ത് 2 മണിക്കൂറത്തേക്ക് വരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അവൻ ചെറിയ കുട്ടിയായതുകൊണ്ട് അവൾക്ക് അവനെ കണ്ടതും ചിരി വരുന്നു. ഉടനെ അവൻ എക്സ്ട്രാ $200 കൂടി കൊടുത്ത് വിളിക്കുന്നു. ആ കാശ് കണ്ടതും അവൾ ഓക്കെ പറയുന്നു. അവൻ കൊടുത്ത ഡ്രസ്സ് ഇടണമെന്ന് കണ്ടീഷനും വെക്കുന്നു. പക്ഷെ അവൾ അതിന് പറ്റില്ലെന്ന് പറയുന്നു. അപ്പോൾ ബാക്കി കാശ് തരാൻ കഴിയില്ലെന്ന് പറഞ്ഞതും വേറെ വഴിയില്ലാതെ അവൻ കൊടുത്ത ഡ്രസ്സ് തന്നെ ഇടുന്നു. കാരണം അവൾക്കും കാശ് ആവശ്യമാണ്. അവൾ ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് വന്നതും അവളെ എവിടെയോ കൊണ്ടുപോകാൻ റെഡിയായി നിൽക്കുന്നു. എവിടേക്കാണെന്ന് നോക്കുമ്പോൾ സ്കൂളിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അകത്തേക്ക് കയറിയതും അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു നടക്കുന്നു. കൂടെ പഠിക്കുന്ന കുട്ടികൾ അവൻ അമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇവൻ ഇത്രയും നാൾ അമ്മയില്ലെന്ന് പറഞ്ഞ് അവർ കളിയാക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും അവരുടെ പാരന്റ്സിനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. സോ അടുത്ത 2 മണിക്കൂർ ഇവന്റെ അമ്മയായി അഭിനയിക്കാനാണ് കാശ് കൊടുത്ത് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ആക്ച്വലി ഇവനാണ് സ്കൂളിൽ നന്നായി പഠിച്ച് ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുന്നത്. അതിന് പ്രൈസ് കൊടുക്കുന്നതിനായാണ് വിളിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ അവൾക്കൊരു കോൾ വന്നതും പുറത്തേക്ക് വരുന്നു. ചോദിക്കുമ്പോൾ ഏതോ പണക്കാരനായ ക്ലയന്റ് ഇവൾക്കായി വെയിറ്റ് ചെയ്യുന്നതായി പറയുന്നു. പക്ഷെ ഇവൻ പറഞ്ഞ സമയം കഴിയാൻ ഇനിയും 15 മിനിറ്റ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് അവളെ പോകാൻ അനുവദിക്കുന്നില്ല. ഉടനെ അവൾ അതിന്റെ പകുതി കാശ് തിരിച്ചു കൊടുത്തിട്ട് ആ പണക്കാരനായ ക്ലയന്റിനെ കാണാൻ പോകുന്നു. ആ ദേഷ്യത്തിൽ കുട്ടി കരഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് പോകുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന ക്ലാസ് ടീച്ചർ അവളുടെ അടുത്ത് വന്ന് 15 മിനിറ്റിനുള്ളിൽ ഫംഗ്ഷൻ കഴിയും. ആക്ച്വലി അവന്റെ അമ്മ മരിച്ചിട്ട് ഒത്തിരി വർഷമായി. അത് അവന് പോലും അറിയില്ല. വിദേശത്ത് ജോലി ചെയ്യുകയാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. അത് കേട്ട് അവൾക്ക് സങ്കടം തോന്നുന്നു. അവന് വേണ്ടി ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി അമ്മയില്ലാത്ത കുട്ടിയായതുകൊണ്ട് അലിവ് തോന്നി അവൻ കൊടുത്ത കാശ് അവനറിയാതെ അവന്റെ ബാഗിൽ വെക്കുന്നു. ഇപ്പോൾ അവൻ അവൾക്ക് വന്നതിന് താങ്ക്സ് പറഞ്ഞ് അവളോടൊരു സത്യം പറയുന്നു. അമ്മയില്ലെന്ന കാര്യം ഓൾറെഡി അവൻ അറിയാം. അവൻ വിഷമിക്കാതിരിക്കാനാണ് എല്ലാവരും കള്ളം പറയുന്നതെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു.